നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു നൊസ്റ്റാൾജിക് സ്നാക്കായ അരിയുണ്ടയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. വളരെ ടേസ്റ്റി ആണത്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് അരിയുണ്ട തയ്യാറാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മട്ടരി എടുത്തിട്ടുണ്ട്. റെഡ് റൈസ് ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കണം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. ശർക്കര മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ശർക്കര നമുക്ക് ഇതുപോലെ ഒന്ന് ചീകിയെടുക്കണം കത്തി ഉപയോഗിച്ച്. ശർക്കര എടുക്കുമ്പോൾ കല്ലൊന്നും ഇല്ലാത്ത ശർക്കര എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ശർക്കര ചീകിയെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ശർക്കരയാണ് ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് ചീകിയെടുത്തിട്ടുള്ള അളവാണ്. എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചീകിയെടുക്കാം. ശർക്കര മുഴുവൻ ഇതുപോലെ തന്നെ ചീകിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറുകിയെടുത്ത നാളികേരമാണ്. ഞാനിവിടെ 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. നാളികേരം കൂടുതൽ ചേർക്കുമ്പോൾ അരിയുണ്ടയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കൂടും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കശുവണ്ടിയാണ്. ഞാനിവിടെ ഒരു 15-20 കാഷ്യൂനട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇപ്പം ഞാൻ ഈ കശുവണ്ടിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇപ്പം ഈ അരി ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തീരെ ഉണ്ടാവാൻ പാടില്ല. ഇനി ഇത് 2 പ്രാവശ്യമായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഒരുപാട് ഒരുമിച്ചിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് അങ്ങോട്ട് ആയി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറേശ്ശിട്ട് വറുക്കണതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ അരി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പകുതി അരി ഇട്ട് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നമ്മൾ ഒരുപാട് അരി ഇട്ടിട്ട് വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ അരിയും ഒരുപോലെ വറുത്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആദ്യം നന്നായിട്ട് പൊട്ടി വരുന്ന അരിയൊക്കെ അവസാനം ആകുമ്പോഴേക്കും കരിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ് ഒരുപാട് അളവിൽ നമ്മൾ എടുക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിലും കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താലും ആയി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പൊട്ടി വന്നാലാണ് അരിയുണ്ട കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഡബിൾ ഹോസിന്റെ മട്ട റൈസ് ആണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ ഇതിലത്തെ വെള്ളം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അരി കഴുകി എടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അരിയിൽ ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരുപാട് സമയം കുതിർത്തി വെക്കരുത്. പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാം. അരിയുണ്ടാന്ന് പറയുമ്പോൾ എന്താ പറയാ, പഴയകാല ഓർമ്മകളൊക്കെ ഉണർത്തുന്ന ഒരു സ്നാക്ക് തന്നെയല്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഇപ്പൊ കണ്ടില്ലേ, അരി ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോ ഒരു പകുതിയോളം അരിയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് പൊട്ടി വരണം. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പൊ കടുകൊക്കെ നമ്മൾ പൊട്ടിക്കില്ലേ, അതുപോലെ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അതുപോലെ ഈ അരിയുടെ കളറും മാറി വരുന്നുണ്ട്. എല്ലാം ഒരുപോലെ തന്നെ ആയി വരട്ടെ. ഇപ്പൊ ഒരുവിധം അരിയൊക്കെ നന്നായിട്ട് പൊട്ടി തന്നെ വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട്. ഞാനിനി ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ കടായി ഇപ്പൊ നല്ല ചൂടായിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവും എല്ലാം കറക്റ്റ് ആയിട്ട് ആയി വന്നിട്ടുണ്ട്. ഇത് മതി. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ. അടുത്ത ബാച്ച് അരിയും നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ആദ്യം ഫ്ലെയിം കൂട്ടി വയ്ക്കുക. അതിനുശേഷം നന്നായിട്ട് എല്ലാം ഒരുവിധം പൊട്ടി കഴിയുമ്പോൾ മാത്രം ഫ്ലെയിം കുറച്ച് വെക്കുക. നമുക്കിതിന് വെള്ള കളറിലുള്ള അരി വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഇതുപോലുള്ള റെഡ് റൈസ് ആയിരിക്കും കൂടുതൽ നല്ലത്. നേരത്തെ നമ്മൾ വറുത്തെടുത്ത പോലെ തന്നെ ഈ അരിയും വറുത്തെടുക്കാം. ഇപ്പം ഇതും കറക്റ്റായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതും നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എല്ലാം നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. കണ്ടില്ലേ, ഒരു ഇതുപോലെ ഒരു വെള്ള കളറായിട്ട് വന്നിരിക്കുന്നത്. അരി വറുത്തെടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇപ്പൊ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നത് കേട്ടോ.
ബാക്കി ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇത് അറിയണ്ടായിരിക്കും. ഇതിന് നന്നായിട്ട് തണുത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇനി സെയിം പാനിലേക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ച കശുവണ്ടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കളർ ചേഞ്ച് ആവണ വരെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ലൈറ്റ് ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. ഇത് മതി, നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അരി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ശർക്കരയിലേക്ക് നാളികേരം ചെരുകിയത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സിയിലിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ കൈവച്ച് തന്നെയാണ് ചെയ്യണത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറച്ച് ലൂസാവും. കുറച്ച് സമയമെടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ചെറിയ കഷ്ണങ്ങൾ പോലെയൊക്കെ എടുക്കണതൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഈ ശർക്കരയും നാളികേരവും ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി വറുത്ത് പൊടിച്ചത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം. ഇതിലേക്ക് വറുത്ത് വെച്ച കാഷ്നട്ട് കൂടി ചേർക്കാം. ബാക്കിയുള്ള അരി വറുത്ത് പൊടിച്ചതും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യണ സമയത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പോൾ കാഷ്നട്ട് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കാഷ്നട്ട് ചേർക്കാറില്ല. കാഷ്നട്ട് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, നമ്മൾ അരി കൊണ്ട് കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചി എഫക്റ്റിന് വേണ്ടിയിട്ടാണ് കാഷ്നട്ട് ചേർക്കുന്നത്. ബാക്കിയുള്ള അരിപ്പൊടിയും ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് വറുത്ത് വെച്ച എല്ലാ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. ആ ഒരു രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുന്നതിന് മുമ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരമൊക്കെ കറക്റ്റ് ആണോ എന്ന്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ചെറിയ ഉരുളകളായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കി ഉരുട്ടിയെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇപ്പം ഞാൻ എല്ലാതും ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് ശർക്കര ചീകിയതും അതുപോലെ തന്നെ 1.5 കപ്പ് നാളികേരം ചെരുകിയെടുത്തതും എനിക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നണത്. മധുരമൊക്കെ നല്ല കറക്റ്റ് തന്നെയാണ്. മധുരമൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുടെ നമുക്ക് വീണ്ടും കാണാം.